മാഡം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ കപ്പപ്പഴ കളർ ടോപ്പ്, അതിലെ നീലപ്പൂക്കൾ, കഴുത്തിലെ മാല, കാതിലെ കമ്മൽ, ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എല്ലാം നന്നായിട്ട് ചേരുന്നുണ്ട്. സൂപ്പർ. നീ ആരാടാ? പറഞ്ഞിട്ട് ഭർത്താവിനെ കൊണ്ട് തന്നെ തല്ലിക്കാനല്ലേ? പറയൂല. അപ്പൊ നിനക്കറിയാം ഞാൻ കല്യാണം കഴിഞ്ഞ് മര്യാദക്ക് ജീവിക്കുകയാണെന്ന്. എന്നിട്ടാണ് ഈ ഒലിപ്പിക്കല്. കല്യാണം കഴിച്ചെന്ന് വെച്ചിപ്പോ എന്താണ് മാഡം? കല്യാണം ഒന്നിന്റെ അവസാനമാക്കല്ല. നിനക്ക് അങ്ങനെ ആയിരിക്കും, എനിക്ക് അങ്ങനെയല്ല. കൂടുതൽ ഓവർ സ്മാർട്ട് ആവണ്ട. എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. അതിനിത് ടെലിഗ്രാം കോളല്ലേ മാഡം? അതും ഫേക്ക് നമ്പർ വെച്ചെടുത്തത്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ മാഡം ഇത്ര കഷ്ടപ്പെടും. എന്താണ് നിന്റെ പ്രശ്നം? ഇത് മാഡത്തിന് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ. ആദ്യം മാഡത്തിന്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് ഞാൻ കാര്യം പറയാം. പക്ഷെ ഒരു കാര്യം, ഞാൻ ഡേഞ്ചർ അല്ല, അതുകൊണ്ട് പേടിക്കാൻ വേണ്ട. എന്നെങ്കിലും ഒരു ദിവസം അവിടെ നിന്നൊരു പോസിറ്റീവ് റിപ്ലൈ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എൻ്റെ ജീവിതം. അപ്പം ഞാൻ കോള് കട്ടാക്കുകയാണ്, പിന്നെ വിളിക്കാട്ടോ. ബൈ. എടീന്ന് ഞാനാടി ആതിര. ആതിര നീയോ? എനിക്കണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. നീ വല്ലാണ്ട് മാറിപ്പോയല്ലോ. പിന്നെ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷത്തിന്? ഹസ്ബൻഡൊക്കെ എന്താ പറയുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നീ കെട്ടുന്നൊന്നുമില്ലേ? അതോ കല്യാണം വിളിക്കാത്തയാണോ? കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ പാർട്ട്ണറുണ്ട്. യു മീൻ ബോയ് ഫ്രണ്ട്? ആ അതെ. എപ്പോഴാ കല്യാണം? കല്യാണോ? ഞാൻ കല്യാണം ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഇങ്ങനെ പ്രേമിച്ച് മാത്രം നടന്നാ മതിയോ? ആ അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഒന്നിച്ച് താമസിക്കുന്നുണ്ട്, ഒന്നും അറിയാത്ത പോലെ. ഞങ്ങൾ ഒന്നിച്ചാണല്ലോ താമസിക്കുന്നത്. മനസ്സിലായില്ല. നിനക്കെന്തോ മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? യു മീൻ ആടി, ഞങ്ങൾ ലിവിങ് ടുഗദറാ. പണ്ട് ക്ലാസ്സിൽ ആരോടും മിണ്ടാൻ ധൈര്യം കാണിക്കാതെ പമ്മി ഇരുന്ന നീ ആയതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ? അല്ല, ഇതിനൊക്കെ കുറച്ച് ധൈര്യം വേണ്ടേ? എന്റെ വീട്ടിലറിഞ്ഞ എന്ത് ചെയ്യാനാ? ഇത് എന്റെ ലൈഫല്ലേ, അവർക്ക് ഇതിൽ നീ എന്തോ ചെയ്യാൻ പറ്റും? എന്നാലും നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്നെ കാണാത്ത പോലെ ഞാനങ്ങ് പോയനെ. എല്ലാവരോടും ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്ത്. സോറി, ക്യൂരിയോസിറ്റി കയറി ചോദിച്ചു പോയതാ. സാരമില്ല. എന്തായാലും എനിക്ക് ഒരു കാര്യം നിന്റെ അടുത്ത് താങ്ക്സ് പറയണം. പണ്ട് നീ മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെ ആരോടും മിണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പിന്നെ ഇപ്പോഴായാലും വർഷത്തിലൊരിക്കലെങ്കിലും നീ ഒന്ന് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, ഞാനും ആരെയും വിളിക്കുന്നില്ല. ആ പോട്ടെ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു? അത് പറയാൻ മറന്നു. മറ്റേ അനഘയില്ലേ, അവളിപ്പോ എന്റെ അമ്മയില്ല. ഏത് മറ്റേ ചൈനക്കാരി അനഘയോ? അവൾ അങ്ങനെ പറഞ്ഞോ? അത് നിന്നെ കളിയാക്കിയതല്ല. പണ്ട് എല്ലാരും സ്കൂളിൽ നിന്ന് അങ്ങനെയല്ലേ വിളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ആരാന്ന് ഉറപ്പ് വരുത്താൻ ചോദിച്ചത്. പക്ഷെ എനിക്ക് ഇപ്പൊ ആ ലുക്കൊക്കെ മാറിയല്ലോ. മാറി. ഞാൻ ബാക്കി പറയട്ടെ? പറ. എന്നിട്ട് ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയായിരുന്നു. അപ്പൊ ഒരു മണിയൊച്ച. ഗായത്രി ആരാന്ന് നോക്കി. എന്താടി? ഭ്രാന്തൻ. ഒരു കിളിപ്പച്ച ടീഷർട്ട്. അതെന്റെ പാർട്ണറാ. ഏത്? ഇത്. അതെന്തോന്ന് സെലക്ഷൻ? അവനും അവളും തമ്മിൽ ഒരു മാച്ചും ഇല്ല. രണ്ടാളും രണ്ടറ്റം. അതുമാത്രല്ല, അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ അവരെങ്ങനെ ജീവിക്കണം? അവളുടെ പൈസയ്ക്ക്, അല്ലാതെ എങ്ങനെ? അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ അവനൊരു മജീഷ്യനാണെന്ന്. അയ്യോ പാവം അവള്. എനിക്ക് അവന്റെ മുഖഭാവം കൊണ്ടൊരു വശപശൊക്കെ തോന്നാം. ഇനി അവളെ ഊട്ടി ജീവിച്ചിട്ട് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിലോ? എല്ലാം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വിട്ടാ പറ്റൂല. നീ ഒന്നുകൂടെ അവിടെ ഒന്ന് പോ. എന്തിന്? നമ്മളെ പോലെ ഒരു പെണ്ണ് പറ്റിക്കപ്പെടുന്ന കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്നാലും ഞാൻ എങ്ങനെയാ? അവര് പാർട്ട്നേഴ്സ് അല്ലേ? പാർട്ട്നേഴ്സ് അല്ല, പ്രെഡേറ്റർ ആൻഡ് പ്രേ. ഇരയായതിനു ശേഷം സാധിപ്പിച്ചിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഒന്നുകൂടെ പോയി നോക്കാല്ലേ? ഓ, നിന്നെ കൊണ്ട് പറ്റും. അതെ, അനീതിയും അന്യായവും ഈ ഗായത്രി വച്ചുറപ്പിക്കില്ല. നോട്ട് another victim. I was born for this. അവളോടില്ല, ഓഫീസിൽ പോയേക്കോ? അത് കുഴപ്പമില്ല, നമുക്ക് സംസാരിച്ചിരിക്കാന്നേ. ഇരുന്നു. ഓക്കേ. കുടിക്കാൻ ചായ കോഫി? ചായ എടുത്തോ. തൽക്കാലം ഇതേ ഉള്ളൂ ഇവിടെ.
എങ്ങനെയുണ്ട്? മാജിക് കൊള്ളാം, ജ്യൂസ് വായി വെക്കാൻ കൊള്ളൂല. എന്ത് ചെയ്യാം, എനിക്കൊന്നും ശീലമില്ലല്ലോ. ഇങ്ങനെയല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നത്. അവള് കുക്ക് ചെയ്യാറില്ലേ? അവളല്ലേ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഞാനിപ്പോൾ ഷോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഹോം മേക്കിംഗ് ഏറ്റെടുത്ത് അവളെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചു. ആരെങ്കിലും ഇതൊക്കെ ചെയ്യണ്ടേ? എന്തോ കരിയെന്തോ. അയ്യോ, ദോശ കഴിഞ്ഞു വന്നു. എങ്ങനെയുണ്ട് ദോശ? ജ്യൂസ് പോലെ തന്നെ. അച്ഛൻ കണ്ടക്ടർ, അമ്മ ടീച്ചർ. അനിയനെന്താ തന്നെ പോലെ മാജിക്കായിട്ട് നടക്കാണോ? അവൻ എന്നെ പോലെ ഒന്നുമല്ല. അവൻ ഇഷ്ടം അഡ്മിഷൻ നോക്കിയല്ലേ. സ്വാഭാവികം. ബിടെക്, ബികോം, ഏവിയേഷൻ തുടങ്ങി ഫിലിം ആൻഡ് മീഡിയ വരെ ഏത് കോഴ്സ് ആണെങ്കിലും തപ്പി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാത്തിനും നിഷാണ് ബെസ്റ്റ്. അതുകൊണ്ടല്ലേ വീട്ടുകാരും ഓക്കെ പറഞ്ഞു. പിന്നെ അതുമല്ല, പ്രാക്ടിക്കൽസ്, കരിയർ ഓറിയന്റഡ് ക്ലാസ്സസ്, ടോപ്പ് ലെവൽ ഫാക്കൽറ്റീസ്, 85% പ്ലേസ്മെന്റ് റെക്കോർഡ്സ്, 50% സ്കോളർഷിപ്സ്. അതുകൊണ്ടൊക്കെയാണല്ലോ ന്യൂജൻസ് DMU യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അയ്യോ, സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. വാഷിംഗ് മെഷീൻ തുണി അലക്കായിട്ടേക്കായിരുന്നു. ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. ശ്രീജിത്തിന്റെ പണി വെക്കട്ടെ, ഞാൻ ഇറങ്ങാം. പിന്നെ ദോശ നന്നായിട്ടുണ്ട്, നേരത്തെ വെറുതെ പറഞ്ഞു. താങ്ക്സ്. ഓക്കെ ബൈ അമ്മ. ലവ് യു. എന്തായി? എന്താവാൻ, അത്ര പ്രശ്നക്കാരനല്ല അവനെന്ന് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഈസ് എൻ അപ്പാവി. അവൾ അവനെ ഒന്നും ചെയ്യാണ്ടിരുന്നാ മതിയെ. മെസ്സേജ് ഇട്ടു. ശ്രീജിത്ത്. ഏത് ശ്രീജിത്ത്? ആതിരയുടെ പാർട്ണർ ഇല്ലേ അവൻ. ഐഡിയ കണ്ടുപിടിച്ച് എന്തിനാണോ അവൻ മെസ്സേജ് ഇട്ട്? നീ തിരിച്ചു മെസ്സേജ് ഇട്, അപ്പൊ അറിയാലോ. അതൊന്നും ശരിയാവില്ല. എന്റെ ഇൻഡ്യൂഷൻ ശരിയാണെങ്കിൽ അവനൊരു കോഴിയാ. അടുത്ത കോഴി വിളിക്കുന്നു. അതാര്? ഇതാ മാഡം മാഡം എന്ന് വിളിക്കുന്നില്ല, അവനാ. അവനാ? നമ്പർ കണ്ടുപിടിക്കുന്നില്ലെന്ന് ഒറ്റ കോൺഫിഡൻസിനെ പുറത്താ ഈ ചെറ്റ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. നീ അവന്റെ ഐഡിയും എടുക്ക്, ഞാൻ കണ്ടുപിടിച്ചു തരാം. വേണ്ട, എനിക്കിന്നെ പുറകെ പോകാനൊന്നും വയ്യ. കോൾ എടുക്കാതിരുന്ന പോരെ. പിന്നെ ആയിട്ടു കൺഫേം ഈസ് എ കോഴി. എന്താണ് നിന്റെ ഉദ്ദേശം? അത് ശരി, ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന ഇത് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇന്നലത്തെ ദിവസം മാത്രം നീ എനിക്ക് 37 ഹായാണ് അയച്ചത്. അതിന്റെ ഉദ്ദേശം എന്താന്നാ ചോദിച്ചത്? അതിന് റിപ്ലൈ തന്നിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. നീ നേരിട്ട് ചോദിക്കടാ, അപ്പൊ ഞാൻ നേരിട്ട് റിപ്ലൈ തരാം. വേണ്ട, നീ പറയണ്ട. എനിക്ക് ആദ്യമേ നിന്നെ കണ്ടപ്പോഴേ റോങ് വൈബ് അടിച്ചതാണ്. നീയും ചേരൂല, അവളും ചേരൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായടാ. സമ്മതിക്കില്ലടാ, അവളെ പറ്റിക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയെ ഞാൻ സമ്മതിക്കൂടാ. കള്ള കോഴി. പൊന്നു പെങ്ങളെ മിനിങ്ങാന്ന് സംസാരിച്ചപ്പോൾ ഒരു നല്ല ആളാണെന്ന് വെച്ചൊരു ഹെൽപ്പ് ചോദിക്കാനാണ് ഞാൻ മെസ്സേജ് അയച്ചല്ല, വേറെ ഒന്നുമല്ല. ഹെൽപ്പ് ചോദിക്കാനാണെങ്കിൽ അവളുടെ ഇന്ന് ഫോൺ മേടിച്ച് വാങ്ങി വിളിക്കാലോ. അത് പറ്റില്ല. ബൈ. അടുത്ത മാസം അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഹായ് അടിച്ചത്. അവളെ വിട്ട് വിളിപ്പിച്ച് അവൾ അറിയില്ലേ. ഇനിയിപ്പോ തന്റെ ഹെൽപ്പ് വേണ്ട, ഒന്നും വേണ്ട, വിട്ടേക്ക്. പാവം, അവനെ വെറുതെ സംശയിച്ചു. എടി, അപ്പൊ നീ അവൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചോ? അവൻ ചിലപ്പോ നീ ഉടക്കലതിനാണെന്ന് കരുതി പ്ലേറ്റ് മാറ്റിയതായിരിക്കാം. ഇങ്ങനെ പ്ലേറ്റിനാക്കിയോ? ഈ കേസ് ആണെങ്കിലോ, ഞാൻ പറയാറില്ലേ, ഇരയായതിനു ശേഷം സഹതപിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. എന്തായാലും അത് ആതിരയ്ക്ക് സംശയമില്ലാത്ത രീതിയിൽ കൺഫേം ആക്കിയിട്ടേ ബാക്കിയുള്ളൂ. ഇനി അവൻ പ്ലേറ്റ് മാറ്റിയതാണെങ്കിൽ അവന്റെ പ്ലേറ്റ് ഞാൻ ചളുക്കും. നോട്ട് അനദർ വിക്ടിം. ഐ വാസ് ബോൺ ഫോർ ദിസ്. ഇന്നലെ 37 ഹായാണ് നിന്റെ പാർട്ണർ എനിക്ക് അയച്ചത്. എപ്പോ? നിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാനാണെന്നാണ് പറയുന്നത്. ഓ, ഞാനങ്ങ് പേടിച്ചു. അല്ല, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞതല്ലേ? അത് ഇംഗ്ലീഷ് മാസം വെച്ചോളൂ. ഇംഗ്ലീഷ് മാസം മലയാള മാസം എല്ലാം കഴിഞ്ഞ മാസം കഴിഞ്ഞതാ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നുമല്ല. പിന്നെ എന്താടാ അത് എന്റെ മൊബൈൽ ഹാക്കായി. കള്ളം കള്ളം. ഇന്നലെ ഇവൻ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. ശ്രീ, നീ ഉരുണ്ട് കളിക്കാൻ സത്യം പറ. അത് സത്യം പറ ശ്രീ. എടി, സത്യം ഞാൻ പറഞ്ഞു നീ വിട്ടിട്ട് പോകുന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ. വിട്ടിട്ട് പോകേണ്ട കാര്യമാണെങ്കിൽ വിട്ടിട്ടോ. നീ സത്യം പറ ശ്രീജിത്ത്. എടി, അത് എനിക്ക് സത്യം അറിയണം ശ്രീജിത്ത്. Will you marry me? ഇത് ചോദിക്കാൻ നിനക്ക് ഇത്ര പേടി? നോ. ഇപ്പൊ മനസ്സിലായില്ല എന്റെ പേടി എന്താന്ന്. ഇവിടെ നോയെ പറയുള്ളൂ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇങ്ങനൊരു സീൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് തനിക്ക് എന്റെ ഹായ് അയച്ചത്.
ഇവളുടെ മനസ്സിൽ എന്താണെന്നറിയാം. എന്നാ പിന്നെ എന്തിനാണ് ബർത്ത്ഡേ ആണെന്നൊക്കെ കള്ളം പറഞ്ഞത്? ഉള്ള കാര്യം പറഞ്ഞാൽ പോരായിരുന്നോ? എടോ ഞാനിത് പറയാൻ വന്നപ്പോൾ തന്നെ എന്തൊക്കെ എന്നോട് പറഞ്ഞത്? നീയും ചേരൂല അവളും ചേരില്ല, അതെനിക്ക് നേരത്തെ മനസ്സിലായടാ. സമ്മതിക്കില്ലടാ, അവളെ പറ്റിക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയെ ഞാൻ സമ്മതിക്കൂടാ. കള്ള കോഴി. അതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെ പറയും? അതാണ് ഞാൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്നൊക്കെ കള്ളം പറഞ്ഞത്. പറ്റുമെങ്കിൽ വിശ്വസിക്കും. നീ എന്തിനാണ് നോ പറഞ്ഞേ? വേണ്ട ഗായത്രി, എനിക്കവിടെ മനസ്സിലാവും. ഇനി ഞാൻ അവിടെ നിൽക്കുന്നില്ല. എനിക്കറിയണമായിരുന്നു കല്യാണം കഴിക്കാൻ അവൾക്ക് സമ്മതമാണോ അല്ലയോ. ഇപ്പം അറിഞ്ഞു. ഇനി ഞാൻ പോട്ടെ. ശ്രീത്തെ, ഒരു മിനിറ്റ്. ആതിര, നീ എന്തിനാ നോ പറഞ്ഞത്? നിനക്കറിയാമോ ആതിര എന്തുകൊണ്ടാ നോ പറഞ്ഞതെന്ന്? എനിക്ക് ഈ കല്യാണത്തിലൊന്നും ഒരു വിശ്വാസമില്ല. അതെന്താ? നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന പോലെ തന്നെ ജീവിച്ചാ പോരെ? ഒരു കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്താ ഇത്ര വ്യത്യാസം? നീ എപ്പോഴും പറയാറില്ലേ എനിക്ക് ധൈര്യമില്ല, ഞാൻ ഭയങ്കര സൈലന്റ് ആണെന്ന്. ഞാൻ എങ്ങനെ അങ്ങനെയൊക്കെ ആയെന്ന് നിനക്കറിയോ? ക്ലാസ് ഇരിക്കുമ്പോൾ മുഴുവൻ എൻ്റെ ചിന്ത വീടിനെ പറ്റിയാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന പാരൻസ്. അതിനിടയിൽ എന്നെപ്പറ്റി സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ തിരക്കാനോ അവർക്ക് ആർക്കും സമയമില്ല. അതൊക്കെ പോട്ടെന്ന് നോക്കാം. പക്ഷെ ദിവസവും വഴക്കും ബഹളമായിട്ടുള്ളൊരു വീട്ടിൽ നിങ്ങൾ ആരും ജീവിച്ചിട്ടുണ്ടോ? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ 9th പഠിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവുന്നത്. എല്ലാവരും വിചാരിച്ചാൽ അതെനിക്ക് വലിയൊരു ട്രോമയായിരിക്കുമെന്ന്. പക്ഷെ അവർ പിരിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാനാണ്. വഴക്കും ബഹളവും ഒന്നും ഇല്ലാണ്ട് എനിക്ക് ആ വീട്ടിൽ നിൽക്കാമല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ടെൻഷനൊന്നും ഇല്ലാണ്ട് ഞാൻ ഉറങ്ങുകയും എണീക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു അതൊക്കെ. നിങ്ങൾക്കറിയാവോ, ജാതിയും ജാതകവും ഒക്കെ നോക്കി നടത്തിയ കല്യാണമായിരുന്നു അവരുടെ. പക്ഷെ എന്ത് കാര്യം? പക്ഷെ താലി കിട്ടിയത് വെച്ച് എന്താ പ്രശ്നം? താലി കെട്ടിയില്ലെങ്കിൽ എന്താ? താലി ഒരു സേഫ്റ്റി അല്ലേ? നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് അറിയാമോ, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരുത്തം വെച്ച് ശല്യം ചെയ്യും. മാഡം സൂപ്പറാണ്, സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞു. അത് ആരാണെന്ന് അറിയാമോ? അനഘയുടെ ഹസ്ബൻഡ്. ഏതും മറ്റേ അത് തന്നെ. ഇത് അവൾക്ക് അറിയില്ല. ഒരു കുടുംബജീവിതം തകരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് അവളോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ലിവിങ് ടുഗദർ ആയാലും കല്യാണം ആയാലും വട്ടവർ, അതിലൊന്നും അല്ല കാര്യം. രണ്ടുപേരും തമ്മിലുള്ള റെസ്പെക്റ്റും ട്രസ്റ്റും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് ഒരു മെച്ചുവേർഡായിട്ട് ഡിസിഷൻ എടുക്കുക, ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടൊന്നും തീരുമാനിക്കാതെ. ആതിര, എന്ത് തോന്നുന്നു? ഓക്കെ, സംസാരിക്കാം. ശ്രീത്തെ, നിങ്ങൾ രണ്ടുപേരും അകത്ത് പോയി സംസാരിക്കുക. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചൊരു ഡിസിഷൻ എടുക്കുക, ഇമോഷണൽ ചിന്തിച്ചൊരു ഡിസിഷൻ എടുക്കാതെ. ഓക്കെ, ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പണി തീർക്കാനുണ്ട്. ഗായത്രി, എങ്ങോട്ടാ? അനഘ പറഞ്ഞതാണ് അനഘയുടെ കാര്യത്തിലും ശരി. ഇരയായതിനു ശേഷം സഹതപിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യണം. നോട്ട് അനദർ വിക്ടിം. I was born for this.